എന്ത് പറ്റി രണ്ട് സാറന്മാരും കൂടെ ഈ വരവ് പതിവുള്ളതല്ലോ? നിങ്ങളെ രണ്ടുപേരെയും കണ്ടിട്ട് കുറെ നാളായല്ലോ. സാറേ വെക്കേഷൻ ഇല്ലേ സാറേ, ഞങ്ങൾ രണ്ടുപേരും ഒന്ന് കറങ്ങി കുടുംബമായിട്ട് രാമേശ്വരവും ഡൽഹിയിലൊക്കെ ഒന്ന് കറങ്ങി. ഞങ്ങള് കുടുംബമായിട്ടാണ്. ഞങ്ങള് രണ്ട് ഫാമിലി മാത്രം. അത് കൊള്ളാം സാറേ. ഈ അയോധ്യയിലൊക്കെ പോകണമെന്ന് ഞങ്ങൾ കുറെ കാലങ്ങളായിട്ട് പ്ലാൻ ചെയ്തു, ഒന്നും നടക്കുന്നില്ല. അതൊക്കെ ഒന്ന് പോയി കാണണം സാറേ, വല്ലാത്തൊരു അനുഭവം തന്നെ. പ്രശ്നങ്ങൾ ഒഴിഞ്ഞിട്ട് വേണ്ടേ അവിടെയൊക്കെ ഒന്ന് പോകാൻ? അതിനൊരു യോഗം വേണം സാറേ. അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും രാവിലെ എവിടെ പോകാൻ ഇറങ്ങിയതാ? ഉള്ളത് പറയാലോ, സ്കൂള് തുറക്കാറായി, സ്കൂളിലെ പിള്ളേരെ പിടിക്കാനായിട്ട് ഇറങ്ങിയതാ. എനിക്ക് തോന്നി ഞങ്ങളുടെ കൊച്ചുമക്കളൊക്കെ അങ്ങ് ദൂരെയാണ് സാറേ. ഇവിടെ ഞങ്ങൾ രണ്ടുപേരും മാത്രമല്ലേ ഉള്ളൂ. അത് ഞങ്ങൾക്ക് അറിയാം, പക്ഷെ നിങ്ങളുടെ പരിചയത്തിലുള്ള വല്ല കുട്ടികളുണ്ടെങ്കിൽ ഞങ്ങളെ ഒന്ന് സഹായിക്കണം. ഞങ്ങൾ ശ്രമിക്കാം സാറേ. പല സർക്കാർ സ്കൂളുകളും ഇപ്പൊ പൂട്ടിക്കൊണ്ടിരിക്കുക. ടീച്ചറെ, ഇപ്രാവശ്യം കുട്ടികൾ കുറഞ്ഞാൽ ഒരു ഡിവിഷൻ കുറയും, അപ്പൊ ഒരു ടീച്ചറെ പണി പോകും സാറേ. അത് ശരിയാ. ഈ ഗവൺമെന്റ് സ്കൂളിലെ വിദ്യാഭ്യാസ നിലവാരം ഈ താഴോട്ട് പോകുന്നുണ്ട്, അവിടെ ഈ പിള്ളേർ ഇല്ലാതെ. അതുകൊണ്ടെന്താ, പ്രൈവറ്റ് സ്കൂളുകളുടെ എണ്ണം കൂടി വരികയല്ലേ. ഗവൺമെന്റ് സ്കൂളിൽ പഠിപ്പിക്കുന്ന അധ്യാപകരുടെ കുട്ടികളെ എല്ലാം പ്രൈവറ്റ് സ്കൂളിലാണ് പഠിക്കുന്നത്. ഗവൺമെന്റ് സ്കൂളിലെ വിദ്യാഭ്യാസ നിലവാരം താഴോട്ട് പോകുന്നോണ്ടല്ലയോ അവിടെ കുട്ടികൾ ഇല്ലാതെ വരുന്നത്. ഈ ഗവൺമെന്റ് സ്കൂളുകളിൽ പഠിപ്പിക്കുന്ന അധ്യാപകരുടെ മക്കളെ ആ ഗവൺമെന്റ് സ്കൂളിൽ തന്നെ പഠിപ്പിക്കണം. അങ്ങനെ നിയമം വന്നാല് അധ്യാപകരെ കുട്ടികളെ ആ ഒരു താല്പര്യവും കാണിക്കത്തുള്ളൂ. സാറ് പറയുന്നത് നല്ലൊരു കാര്യമാണ്. ആൾ പാസ് വന്നതോടുകൂടി വിദ്യാഭ്യാസ നിലവാരം കുറഞ്ഞില്ലേ? തീർച്ചയായിട്ടും. അതുകൊണ്ടെന്താ, കുട്ടികൾ പഠിച്ചാൽ എന്താ, പഠിച്ചില്ലെങ്കിൽ എന്താ, ആര് ശ്രദ്ധിക്കാനാ? ഓൾ പാസ് വന്നതോടെ വിദ്യാഭ്യാസത്തിന്റെ നിലവാരം കുറഞ്ഞു. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് സ്വന്തം പേരെഴുതാൻ അറിയാത്ത കുട്ടികളുണ്ട് ക്ലാസ്സിൽ, അല്ലേ? സാറിന് അറിയാമല്ലോ. ചില അധ്യാപകർ ശമ്പളം വാങ്ങി സ്വന്തം കാര്യം നോക്കുന്നു. മുമ്പൊക്കെ അധ്യാപകരുടെ കയ്യിൽ നിന്ന് അടി കിട്ടാതിരിക്കാൻ കുട്ടികൾ പ്രാർത്ഥിക്കും. ഇന്നിപ്പോ കുട്ടികളുടെ കയ്യിൽ നിന്ന് അടി കിട്ടാതിരിക്കാൻ അധ്യാപകർ പ്രാർത്ഥിക്കും. അത് ശരിയാ. പണ്ടൊക്കെ നമുക്ക് സ്കൂളിൽ നിന്ന് അടി കിട്ടിയാലേ നമ്മൾ വീട്ടിൽ പറയൂ. നമ്മൾ അടി കിട്ടിയാൽ വീട്ടിൽ പറയാറില്ല. പറഞ്ഞാലേ വീട്ടിൽ നിന്നും അടി മേടിക്കും, അല്ലേ സാറേ? ഏതെങ്കിലും അധ്യാപകൻ ഒരു കുട്ടിയെ തന്നെ ഈ രക്ഷകർത്താക്കൾ നേരെ ചാനലിൽ പോകും, അവരെ വിളിച്ചോണ്ടാ വരുന്നത്. പിന്നെ അന്വേഷണമായി, കമ്മീഷനായി, ഒരു രാഷ്ട്രീയ സസ്പെൻഷനുമായി, ചാനൽക്കാർ ഒരു ഉത്സവമായി. ഒരു കുട്ടി പഠിച്ചില്ലെന്ന് പറഞ്ഞ് തല്ലാൻ പറ്റൂ? ഇപ്പൊ പുതിയ നിയമം വന്നില്ലേ, ചൂരൽ പാടില്ലെന്ന് ക്ലാസ്. അധ്യാപകർക്ക് കുട്ടികളോടുള്ള നിയന്ത്രണം കുറഞ്ഞോടുകൂടി ഈ ലഹരി മാഫിയയിലേക്ക് അവര് ഓട്ടോമാറ്റിക്. അയ്യോ സാറുമാരെ, വന്നിട്ട് ഒത്തിരി നേരമായില്ലേ, ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ? വേണം ടീച്ചറെ, ഞങ്ങൾക്ക് ഒരുപാട് വീടുകൾ കയറി ഇറങ്ങാനുണ്ട്. നമ്മുടെ വിദ്യാഭ്യാസ നിലവാരം തകർച്ച മാറ്റിയേ പറ്റൂ. അതെങ്ങനെയാ? അധ്യാപകർക്ക് കുട്ടികളെ പേടി, ടീച്ചർമാർക്കാണെങ്കിലോ പ്രിൻസിപ്പാളെ പേടി, പ്രിൻസിപ്പാളിന് രക്ഷകർത്താക്കളെ പേടി, ഈ രക്ഷകർത്താക്കൾ കുട്ടികളെ പേടി. ഇത് എങ്ങനെ ശരിയാവും സാർ?